വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ മുരുടേശ്വർ ടെമ്പിളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗോവയിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 223 കിലോമീറ്റർ ആണ്, അതായത് 5 hours. ബാക്കി വിശേഷങ്ങൾ വഴിയിലൂടെ കാണാം. പോകുന്ന വഴിയെല്ലാം നിറയെ കൃഷികളാണ്, പല തരത്തിലുള്ള വെജിറ്റബിൾസ് ആണ് കൃഷി ചെയ്യുന്നത്. അത് മാത്രമല്ല റോഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലങ്ങളാണ് കേട്ടോ, നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെയൊക്കെ വരണം. അത് മാത്രമല്ല നമ്മൾ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല ഗോവയിൽ പോകുമെന്ന്. കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഗോവയിൽ പോകണം. പക്ഷേ പെട്ടെന്ന് തന്നെ അത് സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും നമ്മൾ യു പിയിലേക്ക് പോവല്ലേ, അപ്പം എന്തായാലും നമുക്ക് സ്റ്റേ ചെയ്ത് മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ സെലക്ട് ചെയ്തു, ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് ഫസ്റ്റ്. എന്നിട്ടാണ് നമ്മൾ ഗോവയിലേക്കുള്ള പ്ലാൻ തന്നെ ചെയ്തത്. പോകുന്ന വഴിയിൽ ഫുള്ള് റിവേഴ്സും ബീച്ചസും ഒക്കെ തന്നെയാണ്. അത് മാത്രമല്ല ഫുള്ള് പാറകളും ഹിൽ ഏരിയാസൊക്കെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഫോണിൻ്റെ റേഞ്ചൊക്കെ കട്ടാവുന്നുണ്ട്. ഗോവയിൽ നമ്മൾ 2 days ആണ് നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാഗ ബീച്ചിന് അടുത്തായിട്ട് ഫാത്തിമ വില്ല ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 15 മിനിറ്റോളം ഉള്ളൂ നടക്കാനായിട്ടുള്ള ദൂരം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു ബീച്ചാണ് കേട്ടോ, ബീച്ചിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗോവയിൽ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ഒക്കെ ഉണ്ട് എനിക്ക്. റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള ബൊഗെയിൻ വില്ലാസും അതുപോലെ മഞ്ഞപ്പൂക്കളൊക്കെ കൊണ്ടാണ് അവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഗോവയിലെ ചെക്ക് പോസ്റ്റാണ് കടന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഗോവയിലേക്ക് കടക്കുകയാണ്. Touch the sky, feeling bolder. അങ്ങനെ നമ്മൾ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നു. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. വളരെ മനോഹരമായിട്ടാണ് അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഫുള്ള് പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം നമ്മുടെ റൂം 2nd ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയാലോ? വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഓരോന്നും അവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയൊരു മിററാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് റൂം നമ്മുടെ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ബാക്കി വീഡിയോസൊക്കെ അടുത്തുടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയതായിട്ട് വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.